ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു ജാവ പ്രോഗ്രാം കമാൻഡ് പ്രോംപ്റ്റ് വെച്ചിട്ട് എങ്ങനെ റൺ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജാവ JDK ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ജാവ JDK എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ മതി. ഇപ്പോൾ ചെയ്തിട്ടില്ലാത്തവർ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ വീഡിയോ കാണാം. ഇപ്പോൾ ജാവ ഇൻസ്റ്റാൾഡ് ആണ് എന്ന് ഉറപ്പുള്ളവർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ജാവ കൺവേർഷൻ എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണും നമ്മുടെ ജാവ വെർഷൻ. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഏതാ? ജാവ 21.0.1 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതാ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ 16 ആവാം, 15 ആവാം, ചിലപ്പോൾ 1.8 ആവാം. ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ജാവ ഇൻസ്റ്റാൾഡ് ആയിരുന്നാൽ മതി. അപ്പോൾ ഇത് കൺഫേം ആക്കിയതിന് ശേഷം നമ്മൾ ഒരു ജാവ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക, ഒരു ബേസിക് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താ? ജാവ എങ്ങനെ റൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായി ഞാൻ ഒരു നോട്ട് പാഡ് എടുക്കുന്നു. ഓക്കെ, നോട്ട് പാഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ ജാവ പ്രോഗ്രാം അടിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. പബ്ലിക് ക്ലാസ് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മെയിൻ മെത്തേഡ് കൊടുക്കുന്നു. പബ്ലിക് സ്റ്റാറ്റിക് void main string array of arguments. ഇത് അടിക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രിന്റ് മെസ്സേജ് കൊടുക്കണം. അതെങ്ങനെയാ? നമ്മൾ ജസ്റ്റ് ഒരു സിസ് ഔട്ട് കൊടുക്കുകയാണ്. System.out.println HelloWorld. ഇതാണ് നമ്മൾ എല്ലാവരും ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അത് HelloWorld നിന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ക്ലാസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, മെയിൻ മെത്തേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരു ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ജാവ പ്രോഗ്രാം സേവ് ചെയ്യണം. അതിന് ഞാൻ ഫയൽ സേവ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഏത് ഫോൾഡറിലാണ് നമ്മുടെ ജാവ പ്രോഗ്രാം സേവ് ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഡ്രൈവിൽ ജാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിലാണ് ഞാനിത് സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് നെയിം കൊടുക്കാം. ഹെലോ എന്ന് പറഞ്ഞ് നെയിം കൊടുക്കാം. hello.java. ഈ java എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ. ഈ ജാവ എന്ന് പറയുന്നതാണ് നമ്മുടെ ജാവ പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷൻ. അതിനുശേഷം നമ്മൾ ഈ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്നുള്ള .txt മാറ്റിയിട്ട് ഓൾ ഫയൽസ് എന്നുള്ളത് ഇടാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പ്രോഗ്രാം സേവ് ചെയ്യാം. സേവ് ആക്കി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. cmd അടിക്കുക, കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പ്രോഗ്രാം സേവ് ചെയ്തിരിക്കുന്നത് ഈ ഡ്രൈവിൽ ജാവ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഡ്രൈവിലോട്ട് പോയിന്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു ലൈൻ ഓഫ് കോഡ് കൊടുക്കുമ്പോൾ എൻ്റർ അടിക്കുമ്പോൾ നമ്മൾ എന്താ ഈയിലോട്ട് പോയിൻ്റായി. ഇപ്പോൾ ഈ ഡ്രൈവിലോട്ട് പോയിൻ്റായി. ഇനി ഈയിൽ ജാവയിലാണ് എൻ്റെ പ്രോഗ്രാം കൊടുക്കുന്നത്. ജാവ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് എൻ്റെ പ്രോഗ്രാം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജാവ എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ട് പോയിന്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? cd സ്പേസ് ജാവ എൻ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ ഈയിൽ ജാവ എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ട് പോയിട്ടുണ്ട്. ഈയിൽ ജാവ എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ls എന്ന് പറഞ്ഞൊരു കമൻ്റ് അടിക്കുമ്പോൾ ആ ഫോൾഡറിൻ്റെ ഉള്ളിലത്തെ എല്ലാം നമുക്ക് ലിസ്റ്റ് ആവും. ഇപ്പോൾ എൻ്റെ ഒരു ഫോൾഡറിൽ hello.java എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫോൾഡറിലുള്ള എല്ലാം കിട്ടി. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ലൈൻ അതാണ് ജാവ hello.java. ജാവ നമ്മുടെ ജാവ പ്രോഗ്രാമിൻ്റെ നെയിം .java അത്രേ ഉള്ളൂ. hello.java hello.java. ഇനി ജസ്റ്റ് എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്ക് കിട്ടി ഹെലോ വേൾഡ് എന്നും പറഞ്ഞ് പ്രിൻ്റായി ഇല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് വെച്ചിട്ട് ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഇനി വരുത്തി നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഞാൻ ഒരു പ്രിന്റ് മെസ്സേജും കൂടി കൊടുക്കുകയാണ്. Ctrl+C കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്.
ഇറ്റ്സ് ഡൺ, ഇറ്റ്സ് ഡൺ എന്നും പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇത് സേവ് ചെയ്യുക, ഫയൽ സേവ്. അതിനുശേഷം വീണ്ടും കമൻറ്റ് പ്രോംപ്റ്റ്, നമ്മൾ ക്ലോസ് ചെയ്ത കമൻറ്റ് പ്രോംപ്റ്റ് എടുത്താൽ മതി. ഇതാണ് നമ്മൾ ക്ലോസ് ചെയ്ത കമൻറ്റ് പ്രോംപ്റ്റ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ജാവ സ്പേസ് hello.java അടിക്കുക. അപ്പോൾ നമുക്ക് ഹലോ വേൾഡ് ഇറ്റ്സ് ഡൺ എന്നും പറഞ്ഞു വന്നു. ഇങ്ങനെയാണ് എന്ത്, നമ്മൾ ഒരു കമൻറ്റ് പ്രോംപ്റ്റ് വെച്ചിട്ട് ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മെയിൽ കൊടുക്കാം. ആ മെയിലിലോട്ട് ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.